BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സൗദി കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പങ്കാളിയായി. ബഹ്റൈനും സൗദിയും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഉറ്റ സൗഹൃദ ബന്ധവും വിവിധ മേഖലകളിലുള്ള സഹകരണവും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെയും രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെയും ഇടയിലുള്ള പ്രത്യേക ബന്ധം വേർപെടുത്താനാവാത്ത ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തി. മക്കയിലെ സഭാ പാലസിലായിരുന്നു ഇഫ്താർ വിരുന്ന്. കിരീടാവകാശിയും അദ്ദേഹത്തെ അനുഗമിച്ചവർക്കും മനം നിറഞ്ഞ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ടഗ് ഓഫ് വാർ ബഹ്റൈന്റെ നേതൃത്വത്തിൽ വിവിധ ദേശക്കാരും വിശ്വാസികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരെ ഉൾപ്പെടുത്തി സൽമാബാദ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിവിധ ദേശക്കാരും വിശ്വാസികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ പങ്കെടുത്തു. ഇഫ്താർ സംഗമത്തിന് ടഗ് ഓഫ് വാർ ബഹ്റൈൻ പ്രസിഡന്റ് റദിൻ തിലക് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീലേഷ് അണിയേരി സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണിൽ, കേരള സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ടഗ് ഓഫ് വാർ ബഹ്റൈൻ രക്ഷാധികാരിയും BMC ചെയർമാനുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് സുധീർ തിരുനരത്ത്, NSS സെക്രട്ടറി സതീഷ്, KC ആക്ടിംഗ് സെക്രട്ടറി തോമസ് ജോൺ, സാമൂഹിക പ്രവർത്തകരായ ചെമ്പൻ ജലാൽ, നൈന മുഹമ്മദ് ഷാഫി, അജി പി ജോയ്, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സെയ്ദ്, EV രാജീവൻ എന്നിവർ ആശംസകൾ നേർന്നു. മെമ്പർഷിപ്പ് സെക്രട്ടറി ബോഡി മുളപ്പാമ്പള്ളിയിൽ നന്ദി രേഖപ്പെടുത്തി. ഷാനു മേപ്പയൂർ, പ്രിൻസ് ജോസഫ്, ശരത് സുരേന്ദ്രൻ, പ്രസന്നകുമാർ, അനൂപ് മാത്യു, ജസിൽ ഹരിദാസ്, ഉണ്ണിക്കുട്ടൻ, വിമൽ, അഭിലാഷ്, ഷജിൽ ആലക്കൽ എന്നിവർ നേതൃത്വം നൽകി. കൊല്ലം പ്രവാസി അസോസിയേഷൻ വനിതാ വിഭാഗം പ്രവാസി ശ്രീയുടെ നേതൃത്വത്തിൽ വൈലാഞ്ചിരാവ് 2024 മെഹന്തി കോൺടെസ്റ്റ് സംഘടിപ്പിച്ചു. ടുബ്ലി KP ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ തമിഴ് നടി ഹിമ ബിന്ദു വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. 50ഓളം വനിതകൾ പങ്കെടുത്ത പരിപാടിയിൽ മെഹന്തി കോൺടെസ്റ്റും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. യൂണിറ്റ് ഹെഡുകളായ അഞ്ജലി രാജ്, ഷാമില ഇസ്മയിൽ, ജിബി ജോൺ, പ്രതിഭ അനിൽ, ബൃന്ദ സന്തോഷ്, സുമി ഷമീർ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. അശരണർക്ക് കൈത്താങ്ങായി ഷിഫ അൽ ജസീർ ആശുപത്രി സംഘടിപ്പിച്ച റമദാൻ ബ്ലസ്സിംഗ് എന്ന ഇഫ്താർ മീൽ വിതരണ പരിപാടിക്ക് സമാപനം. റമദാന്റെ അവസാന ആഴ്ചയിൽ ബഹ്റൈൻ വിവിധയിടങ്ങളിലായി ആയിരക്കണക്കിന് ഇഫ്താർ കിറ്റുകളാണ് വിതരണം ചെയ്തത്. നിർമ്മാണ തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ, വഴിയാത്രക്കാർ, ഡ്രൈവർമാർ, കച്ചവടക്കാർ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർക്ക് ഇഫ്താർ മീൽ എത്തിച്ചു. ആദ്യ ദിനം മനാമ സൂക്കിൽ ഐക്യൂറ പാർക്ക് ഏരിയയിൽ നിന്ന് ആരംഭിച്ച ഇഫ്താർ മീൽ വിതരണം തുടർ ദിവസങ്ങളിൽ മനാമ സൂക്ക്, ഹമ്മദ് ടൗൺ സൂക്ക്, ഹംല, സനത്, അറാത്ത്, ഗുദൈബിയ, ഹൂറ, അദ്ലിയ, മുഹറക് സൂക്ക്, ജുഫൈർ തുടങ്ങിയ ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നു. ഷിഫ അൽ ജസീർ ആശുപത്രിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് റമദാൻ കിറ്റ് വിതരണം. റമദാൻ അവസാനം വരെ തുടർന്ന പരിപാടിയിലായി 14,000ഓളം ഇഫ്താർ മീൽ വിതരണം ചെയ്തു. ഷിഫ അൽ ജസീർ ജീവനക്കാർ വിതരണത്തിന് നേതൃത്വം നൽകി. ബോറിയിലെ വീട്ടിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ഒന്നിലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു തീ പടർന്നത്. ആർക്കും പരിക്കോ ആളപായമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ വീട്ടുപകരണങ്ങളും മറ്റും കത്തിനശിച്ചതിൽ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പ്രാദേശിക പാർലമെന്റ് അംഗം വീട് സന്ദർശിക്കുകയും നാശനഷ്ടങ്ങൾ കണക്കാക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. നഷ്ടപരിഹാരം നൽകുമെന്നും MP അറിയിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അൽ ഫുർഖാൻ സെന്റർ ഇഫ്താർ സംഗമം നടത്തി. മുഹറക് അൽ ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. അൽ ഫുർഖാൻ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഷൈഖ് മുദ്ഫർ, ഇബ്നുൽ ഹദം സ്കൂൾ ചെയർമാൻ ഷക്കീൽ അഹമ്മദ് ആസ്മി, KMCC ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, OICC നാഷണൽ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, പ്രതിനിധി ബിനു കുന്നന്താനം, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹംസ മേപ്പാടി, ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ ഷാഫി, മനായി സെന്റർ പ്രസിഡന്റ് ഹംസ അബൂബക്കർ, ജനറൽ സെക്രട്ടറി റിസാലുദ്ദീൻ, സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി അബ്ദുൽ വാഹിദ്, അബ്ദുൽ മജീദ് തെരുവത്ത്, സാമൂഹിക പ്രവർത്തകൻ എഞ്ചിനീയർ ഷെരീഫ് പിലാക്കൽ, ചെമ്പൻ ജലാൽ, മുഹമ്മദ് അലി യാക്കൂബ്, ഈസ, KMC കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് വില്യാപ്പള്ളി, ഫൈസൽ കണ്ടിത്തായ തുടങ്ങിയവർ സംബന്ധിച്ചു. അൽ ഫുർഖാൻ സെന്റർ പ്രസിഡന്റ് സൈഫുല്ല ഖാസിം അതിഥികളെ പരിചയപ്പെടുത്തി.
മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിലായതായി അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി. ഇവരുടെ കീഴിലുള്ള 2 പേരുടെ സ്വാതന്ത്ര്യം തടയുകയും ഇവരെ ഉപയോഗപ്പെടുത്തി അനാശ്വാസ പ്രവർത്തനത്തിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് കേസ്. ശേഷിക്കാരായ പ്രതികളെ നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപ്പീൽ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കില്ല. ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. തിങ്കളാഴ്ച കോടതി അവധി കഴിഞ്ഞ് തുറന്നതിന് ശേഷമാവും കെജ്രിവാളിന്റെ ഹർജി എന്ന് പരിഗണിക്കണമെന്ന് തീരുമാനിക്കുക. കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കുന്നതിന് സുപ്രീം കോടതി ഇന്ന് പ്രത്യേക ബെഞ്ചിന് രൂപം നൽകിയിരുന്നില്ല. കോടതിയുടെ കലണ്ടർ പ്രകാരം വ്യാഴാഴ്ച ഈദുൽ ഫിത്തർ അവധിയാണ്. വെള്ളിയാഴ്ച പ്രാദേശിക അവധിയുമാണ്. ആഴ്ച അവസാനമുള്ള 2 അവധിയും കൂടി കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ചയാണ് ഇനി കോടതി തുറക്കുന്നത്. കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെയാണ് വിഷയം ഉന്നയിച്ചത്. കേസിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നും സിംഗ് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ വാദം കേൾക്കുന്നത് സംബന്ധിച്ച മൗനം പാലിച്ച ചീഫ് ജസ്റ്റിസ് വിഷയം പരിഗണിക്കാമെന്ന് മാത്രമാണ് രാവിലെ അറിയിച്ചത്. യോഗ ഗുരു ബാബ രാംദേവിന്റെയും ആചാര്യ ബാലകൃഷ്ണന്റെയും മാപ്പപേക്ഷ നിരസിച്ച് സുപ്രീം കോടതി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം പ്രചരിപ്പിച്ചുവെന്ന കേസിലാണ് ഇരുവരും കോടതി മുമ്പാകെ നിരുപാധികം മാപ്പ് പറഞ്ഞത്. ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി, അസദുദ്ദീൻ അമാനുള്ള എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് രൂക്ഷമായ വിമർശനമാണ് പതഞ്ജലിക്കെതിരെ നടത്തിയത്. പതഞ്ജലി ഗ്രൂപ്പ് മനഃപൂർവ്വം തുടർച്ചയായി നിയമലംഘനം നടത്തുകയാണെന്നും കോടതി വിമർശിച്ചു. മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലത്തിൽ മനഃപൂർവ്വം നിയമലംഘനം നടത്തുകയാണ് ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണയും ചെയ്തിരിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. പതഞ്ജലി ഗ്രൂപ്പും അതിന്റെ MD-യായ ആചാര്യ ബാലകൃഷ്ണനും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ബാബ രാംദേവും മാപ്പപേക്ഷിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിച്ചു. ഇന്ന് കോടതി കേസ് പരിഗണിക്കുന്നതിനിടെ പതഞ്ജലി ഗ്രൂപ്പിനും അതിന്റെ സ്ഥാപകർക്കും വേണ്ട ഹാജരായ മുതിർന്ന അഭിഭാഷകനായ മുകുൾ റോത്കി ഇരുവരുടെയും സത്യവാങ്മൂലം വായിക്കുകയായിരുന്നു. പാനൂർ സ്ഫോടന കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് UDF കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട UDF വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി നൽകി. DGP കോഴിക്കോട്, കണ്ണൂർ ജില്ലാ കളക്ടർമാർക്കും പരാതി നൽകി. വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പരാതിയുമായി രംഗത്തെത്തി. പാനൂർ സ്ഫോടനത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നത്. ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സായൂജ്, അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് പരാമർശം. കേസിലെ 12 പ്രതികളും CPM പ്രവർത്തകരാണ്. മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ 39-കാരൻ മർദ്ദനമേറ്റു മരിച്ചു. കടമ്പിടി പഴിയാട്ടിൽ രതീഷാണ് മരിച്ചത്. പാലക്കാട് ചിറ്റിലഞ്ചേരിയിലാണ് സംഭവം നടന്നത്. പാഴിയാട് നൂൽനൂൽപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബുധനാഴ്ച വൈകിട്ട് 4-ഓടെയാണ് മർദ്ദനം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മരിച്ച യുവാവിന്റെ അയൽവാസിയായ നൌഫലിനെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൂട് കനത്തതിനാൽ അഭിഭാഷകർക്ക് തൽക്കാലം ഗൗണും കോട്ടും വേണ്ടെന്ന് ഹൈക്കോടതി. അഭിഭാഷകർക്ക് ഡ്രസ് കോഡിൽ ഹൈക്കോടതി താൽക്കാലിക ഇളവ് അനുവദിച്ചു. വേനൽക്കാലത്ത് കറുത്ത ഗൗൺ ധരിച്ച് ഹാജരാകുന്നതിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ചേർന്ന ഹൈക്കോടതി ഫുൾ ബെഞ്ച് യോഗം ജില്ലാ ജുഡീഷ്യറിക്ക് കീഴിലെ കോടതികളിലെ അഭിഭാഷകർക്ക് കോട്ടും ഗൗണും ധരിക്കുന്നതിൽ ഇളവ് നൽകിയത്. ജില്ലാ ജുഡീഷ്യറിയുടെ കീഴിലുള്ള കോടതികളിലെ അഭിഭാഷകർക്ക് മെയ് 31 വരെ കോട്ടും ഗൗണും നിർബന്ധമില്ല. ഹൈക്കോടതിയിലെ കോടതി മുറികൾ ശീതീകരിച്ചതാണെങ്കിലും വിചാരണ കോടതികളുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കോടതികളിലെ അഭിഭാഷകർക്കാണ് ഇളവിന്റെ ഗുണം കൂടുതൽ ലഭിക്കുന്നത്. ചൂട് കനത്തതോടെ രാജ്യത്തെ പല കോടതികളും അഭിഭാഷകർക്ക് കോട്ടും ഗൗണും ധരിക്കുന്നതിൽ നേരത്തെ തന്നെ ഇളവ് നൽകിയിരുന്നു. ഡ്രസ് കോഡിന്റെ കാര്യത്തിൽ കാലോചിതമായ പരിഷ്കരണം ആവശ്യമാണെന്ന നിലപാടാണ് അഭിഭാഷകർക്കുള്ളത്. സംസ്ഥാനത്ത് കാത്ത ചൂട് കാലാവസ്ഥ തുടരും. അടുത്ത 5 ദിവസത്തേക്ക് പ്രധാന മഴ മുന്നറിയിപ്പില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിൽ പലയിടത്തും വേനൽ മഴ ലഭിച്ചിരുന്നു. എന്നാൽ 5 ദിവസത്തേക്ക് മഞ്ഞ അലർട്ട് മുതലുള്ള മുന്നറിയിപ്പൊന്നും ഒരു ജില്ലയിലും നൽകിയിട്ടില്ല. അതേസമയം ഉയർന്ന താപനില സംബന്ധിച്ച വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകി. ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 14 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41°C വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 40°C വരെയും, തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 39°C വരെയും, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38°C വരെയും, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37°C വരെയും, തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36°C വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയേക്കാൾ 2.4°C വരെ കൂടുതലാണിത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം
കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.